നമസ്കാരം, എൻ്റെ പേര് ഡയസ് എന്നാണ്. ഞങ്ങളുടെ ഈ സ്ഥാപനം നിൽക്കുന്നത് തൃശ്ശൂർ കുന്നംകുളം റൂട്ടിൽ, അതായത് തൃശ്ശൂരിൽ നിന്ന് 18 കിലോമീറ്റർ, അതായത് തൃശ്ശൂരിൽ നിന്ന് വരുമ്പോൾ കേച്ചേരി കഴിഞ്ഞ് 2 കിലോമീറ്ററിൽ റൈറ്റ് സൈഡിൽ ഓൺ ദ വേ ടു കുന്നംകുളം റൈറ്റ് സൈഡിൽ നയാര പെട്രോൾ പമ്പ് ഉണ്ട്. അതിന് ജസ്റ്റ് ഓപ്പോസിറ്റാണ് ഞങ്ങളുടെ സ്ഥലം. വളരെ അകലെന്ന് തന്നെ ഞങ്ങളുടെ ഈ റൂട്ട് കാണാൻ പറ്റും, ഞങ്ങളുടെ ഈ സ്ഥാപനം കാണാൻ പറ്റും. രണ്ട് സൈഡിൽ നിന്ന് വരുമ്പോഴും ഒരു 10-200 മീറ്റർ അകലെന്ന് തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ ഓൺ ദ വേ റോഡ്, തൃശ്ശൂർ കാലിക്കറ്റ് റോഡാണത്. തൃശ്ശൂർ കുന്നംകുളം റോഡ്, തൃശ്ശൂർ ഗുരുവായൂർ റോഡ് എല്ലാം ഇതിനുപയോഗിക്കുന്ന റോഡാണ്. ആകെ ഈ റൂട്ടിൽ ഒരേ ഒരു നയാര പെട്രോൾ പമ്പുള്ളൂ. ആ നയാര പെട്രോൾ പമ്പിൻ്റെ ഓപ്പോസിറ്റാണ്, ഈ ജസ്റ്റ് ഓപ്പോസിറ്റാണ് ഈ സ്ഥാപനം നിലനിൽക്കുന്നത്. ചേട്ടാ, നമ്മുടെ ഈ ഒരു ഫാം തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര നാളായിട്ടുണ്ടാവും? ഞങ്ങളിത് തുടങ്ങിയത് ജനുവരി 1-ാം തീയതിയാണ് തുടങ്ങിയത്. 2024 ജനുവരി 1-ാം തീയതി. ജനുവരി 1-ാം തീയതി അല്ലേ? ഓക്കെ. ന്യൂ ഇയറിനോട് അനുബന്ധിച്ച്. അതെ, ന്യൂ ഇയർ ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു 2024 ജനുവരി 1-ാം തീയതിയാണ് തുടങ്ങണം എന്നുള്ളത്. ഞങ്ങളത് പ്രിപ്പയർ ചെയ്തു. കഴിഞ്ഞ ഒക്ടോബർ തൊട്ട് ഞങ്ങൾ റിപ്പോർട്ടിങ്ങും കാര്യങ്ങളെല്ലാം ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഡിസംബർ ആകുമ്പോഴേക്കും ഞങ്ങൾ എല്ലാം ഫിനിഷ് ചെയ്തു. ജനുവരി 1-ാം തീയതി തുടങ്ങണമെന്ന് ഞങ്ങൾ വലിയൊരു ആഗ്രഹമായിരുന്നു. അതിനനുസരിച്ച് ജനുവരി 1-ാം തീയതി ഞങ്ങൾ ഓപ്പൺ ചെയ്തു. ഓക്കെ. എന്താണ് ചേട്ടാ ഈ ബോഗൻവില്ല എന്നാൽ നമുക്ക് ഹോൾസെയിൽ ഒരു ഫാം സെലക്ട് ചെയ്യാനുള്ള കാരണം എന്തായിരുന്നു? ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളിപ്പോൾ ഈ ചെടികളെ പറ്റി ചെടികളോട് വലിയ ആഗ്രഹമുള്ളവരാണെങ്കിലും ചെടികളെ പറ്റി ആധികാരികമായിട്ടൊന്നും അറിയില്ല. എനിക്കറിയില്ല, വൈഫിന് കുറച്ചുകൂടി അറിയാം. അപ്പോൾ ഞങ്ങൾ ഈ യാത്ര ചെയ്ത് വരുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള 10-200 വെറൈറ്റി ചെടികളെല്ലാം നശിച്ചു പോകണം. അതായത് വെള്ളം കിട്ടാതെയോ കൂടുതൽ വെള്ളം കിട്ടിയിട്ടോ. ബോഗൻവില്ല അല്ല മറ്റുള്ള ചെടികൾ അങ്ങനെ കേടായി വരുമ്പോൾ ഞങ്ങൾ യാത്ര ചെയ്ത് വരുമ്പോൾ ഞങ്ങൾക്ക് അത് വലിയ വിഷമമാണ്. അപ്പോൾ അങ്ങനെ വന്ന് ഞങ്ങൾ എത്തിപ്പെട്ടത് ഈ ബോഗൻവില്ലയിലാണ്. അപ്പോൾ അതിന് അധികം മെയിൻ്റനൻസ് വേണ്ട എന്നുള്ളൊരു തോന്നലും നമുക്ക് അങ്ങനെ ഒരു അറിവ് കിട്ടി. അങ്ങനെയാണ് ഞങ്ങൾ അതിലേക്ക് ഒരു 3 വർഷമായിട്ട് കടന്നു ചെന്നത്. അപ്പോൾ പിന്നെ അത് മാത്രമേ ഞങ്ങളുടെ അന്വേഷണങ്ങൾ, വെറൈറ്റി സാധനങ്ങൾ കളക്ട് ചെയ്യല്. നമ്മൾ ഒരുവിധം ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും നമ്മളെത്തി പല വെറൈറ്റി സാധനങ്ങളും കൊണ്ടുവരാൻ ബൈ റോഡ് കാറിൽ കൊണ്ടുവരാൻ പറ്റുന്നതൊക്കെ നമ്മൾ കൊണ്ടുവരാറുണ്ട്. 1-2 പീസൊക്കെ കൊണ്ടുവന്ന് വീട്ടിൽ വയ്ക്കാറുണ്ട്. അപ്പോൾ അതിന് നമ്മൾ എവിടേക്ക് യാത്ര ചെയ്താലും ഒരു 15 ദിവസം കഴിഞ്ഞ് വന്നാലും അതിന് യാതൊരു കംപ്ലയിൻ്റ് ഉണ്ടാവില്ല. നനയ്ക്കുന്ന ആൾ കൃത്യമായി നനച്ച് പൂവും വളമൊന്നും ചേർക്കണ്ട, ജസ്റ്റ് നനയ്ക്കുക, ഒന്നരാടം നനച്ചാൽ മതി. വളരെ വലിയൊരു കെയറിങ് ആവശ്യമില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ ബോഗൻവില്ല സെലക്ട് ചെയ്തത്. അപ്പോൾ പലരും ഇതേപോലെ ഞങ്ങൾ ഡിസ്കസ് ചെയ്തു. ഇപ്പോൾ പലർക്കും ആഗ്രഹം എന്ന് പറഞ്ഞാൽ പൂച്ചെടി കാണാനാണ് എല്ലാവർക്കും ആഗ്രഹം. ഇന്ന പൂവ് അല്ലെങ്കിൽ ഇന്ന ചെടി കാണുന്ന അവർക്ക് അങ്ങനെ ഒരു ചിന്തയില്ല. പൂ മതി എല്ലാവർക്കും കാണാനായിട്ട് അട്രാക്റ്റീവ് ആയിട്ടുള്ള പൂവ് വേണം. അപ്പോൾ ഇതിൽ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഇതിൽ 200-ൽ പരം വെറൈറ്റികൾ എടുക്കുകയാണ്. നമുക്കൊന്നും അത് അറിയില്ലായിരുന്നു. ഞങ്ങൾ കണ്ടിട്ടുള്ള നാട്ടിൽ ആകെ 5 വെറൈറ്റി 6 വെറൈറ്റി ഒക്കെ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇതിനെ അന്വേഷിച്ച് ചെന്നപ്പോഴാണ് നമ്മൾ ഇത്രയും വെറൈറ്റികൾ നമ്മൾ കണ്ടത്. അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ചെന്ന് വെച്ചാൽ ഇത് എല്ലാവർക്കും ഒരു ഇതായിരിക്കും, നല്ലൊരു താല്പര്യമുള്ളൊരു വിഷയമായതുകൊണ്ട് എല്ലാവരുടെ വീട്ടിലും പൂക്കൾ നിറഞ്ഞു നിൽക്കണം. ഒരു സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നവംബർ ടു മെയ് വരെയാണ്. ഇത് പൂത്തൊലഞ്ഞ് ഫുള്ളായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ കാണുന്നവർക്ക് ഭയങ്കര സന്തോഷവും ഭയങ്കര ഒരു ആഗ്രഹമാണ്. അങ്ങനെയാണ് ഞങ്ങൾ ഇതിലേക്ക് പ്രവേശിച്ചത്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മെയ് മാസം വരെയാണ് ഒരു സീസൺ. ജൂൺ ജൂലൈ ഓഗസ്റ്റ് അൺസീസണാണ്. കാരണം ഹെവി റെയിൻ സമയത്ത് പൂക്കൾ കുറയും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മുടേതായ കാര്യങ്ങളിലേക്ക് നമുക്കൊരു വെക്കേഷൻ വേണമല്ലോ. ഏതൊരു സംഭവത്തിലും ഒരു വെക്കേഷൻ വേണമല്ലോ. അപ്പോൾ ആ ഒരു വെക്കേഷൻ നമുക്ക് ഈ 3 മാസം കിട്ടും എന്നുള്ള ആ ഒരു ഇതിലാണ് നമ്മൾ ഇത് സെലക്ട് ചെയ്യാൻ കാരണം. കൂടുതൽ ചെടികളിലേക്ക് കടന്നു കയറാൻ പലരും പറയുന്നുണ്ടെങ്കിലും നമ്മൾ അങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഹറിബറിയാവും, നമ്മൾ ലൈഫ് തന്നെ നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ അത് പാടില്ല. ലൈഫ് വേണം, എല്ലാം വേണം. ലൈഫും വേണം, എൻ്റർടൈൻമെൻറ്റും വേണം, എൻജോയ്മെൻറ്റും വേണം, എവറിത്തിങ്. അപ്പോൾ അതുകൊണ്ട് ഇതിനോട് ബോഗൻവില്ലയിലേക്ക് വരാനുള്ള കാരണം. ചേട്ടനാണോ ചേച്ചിയാണോ ഈ ഫാം ഏറ്റവും കൂടുതലായിട്ട്? അയ്യോ, ഞാനിതിലൊന്നുമല്ല. ഈ സ്ഥലം ഒരുക്കി കൊടുക്കുക എന്നുള്ളൊരു ചടങ്ങ് മാത്രമേ എൻ്റെ ഉള്ളൂ. ഇതിൽ സ്ഥലം ഒരുക്കി കൊടുക്കുക, അതിൻ്റെ ഉള്ള എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ചെടികളെ പറ്റി A to Z ചെയ്യണത് മുഴുവൻ എൻ്റെ വൈഫ് പ്രിയാണ്. എനിക്കിതിനെപ്പറ്റി ABCD അറിയില്ല, ചെടികളെ പറ്റി ഒന്നും അറിയില്ല. ഞാൻ പുള്ളിയോടൊപ്പം നിന്ന് ഓരോന്നും മനസ്സിലാക്കി പഠിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. പുള്ളിയും ഫുള്ളിയായിട്ട് അറിയുന്ന ഒരാളൊന്നല്ല, എങ്കിലും എന്നേക്കാൾ ബെറ്ററാണ് പുള്ളി. അതുകൊണ്ട് പുള്ളിയിൽ നിന്നാണ് ഞാൻ പല കാര്യങ്ങളും ചില കസ്റ്റമേഴ്സിനൊക്കെ ഞാൻ തെറ്റായി പറയാറുണ്ട്. അപ്പോൾ പുള്ളിക്കാരത്തി അത് തിരുത്താറുണ്ട്. അങ്ങനെയല്ല, ഇങ്ങനെയാണെന്ന് പറയും. അപ്പോഴാണ് നമ്മൾ കൂടുതൽ ഇതിനെപ്പറ്റി സ്റ്റഡി ചെയ്യുന്നത്. നമുക്കൊരു തെറ്റ് വരുമ്പോഴാണല്ലോ നമ്മൾ പഠിക്കുന്നത്. അങ്ങനെ ഞാൻ പഠിച്ചെടുത്താണ് ഇത്. പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് പ്രിയ ഡയസ്. ഞാനിപ്പോൾ ഈ സംരംഭമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ചേച്ചി, ഇപ്പോൾ നമുക്ക് നിലവിൽ ഇപ്പോൾ എത്ര വെറൈറ്റീസ് നമ്മളിവിടെ ചെയ്യുന്നുണ്ട്? ഇവിടെ നമുക്ക് 100-ലധികം വെറൈറ്റികളുണ്ട്. 100 വെറൈറ്റി നമുക്ക് സ്റ്റോക്ക് ഉണ്ട്. ഇതിൽ ഇമ്പോർട്ടഡ് വെറൈറ്റീസിൻ്റെ ഗ്രാഫ്റ്റുകളും ലെയറുകളുമാണുള്ളത്. പിന്നെ
ഹൈബ്രിഡ്സിൻ്റെ ഒരു വലിയൊരു കളക്ഷൻ തന്നെ നമുക്കുണ്ട്. ഓക്കെ. ഇതിൽ തന്നെ വെറൈറ്റികൾ ഒത്തിരി ഉണ്ട്. അത് വെറൈറ്റികൾ എന്ന് പറഞ്ഞാൽ ഓരോന്നിൻ്റെയും വ്യത്യാസങ്ങൾ വളരെ മൈന്യൂട്ടാണ്. നമ്മളത് ശരിക്കും ഒബ്സർവ് ചെയ്യുമ്പോഴാണ് അത് മനസ്സിലാവുക. ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ നമ്മളുടെ കളറുകൾക്ക് ഏകദേശം സാമ്യം തോന്നിയാലും അതിൻ്റെ ലീഫിൻ്റെ പാറ്റേണിൽ, ലീഫിൻ്റെ കളറുകളിൽ അങ്ങനെ ഒരുപാട് വേരിയേഷൻസ് ഇതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ. നമ്മുടെ ഈ വരുന്ന കസ്റ്റമേഴ്സിൽ എല്ലാവർക്കും ചിലപ്പോൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകളുണ്ടാവും. അവർ ചെടികളെ ഒരുപാട് സ്നേഹിക്കുന്നവരായിരിക്കും. പക്ഷെ അവർക്ക് സാമ്പത്തികമായിട്ട് ചിലപ്പോൾ വാങ്ങിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഈ ഇവിടെ സ്റ്റാർട്ടിങ് വരുന്നത് എന്ത് പ്രൈസിലാണ് വരുന്നത്? നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 100 rupeesലാണ്. 100 rupees നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത്. അത് 100 rupeesൽ തൊട്ടിട്ട് നമ്മൾ സാധനങ്ങളുണ്ട്. പിന്നെ വെറൈറ്റികൾ കൂടുന്തോറും അതിൻ്റെ പ്രൈസ് വ്യത്യാസം വരും. പ്രൈസ് നമ്മൾ ചെടിയുടെ സൈസ്, അതായത് ചട്ടിയുടെ സൈസിനാണ് നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അല്ലാണ്ട് ഓരോ വെറൈറ്റിക്ക് സെപ്പറേറ്റ് ഇല്ല. ഓരോ വെറൈറ്റിക്ക് സെപ്പറേറ്റ് വെച്ചിട്ടില്ല. നമ്മളും ഇനീഷ്യൽ സ്റ്റേജാണ്. അപ്പം നമ്മളും ഈ വെറൈറ്റികളെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് റിസർച്ച് ചെയ്ത് വരുന്നേ ഉള്ളൂ. അപ്പം എല്ലാത്തിൻ്റെയും പേരുകൾ അല്ലെങ്കിൽ അതിൻ്റെ മാർക്കറ്റ് പ്രൈസൊന്നും നമ്മൾ വാല്യൂ ചെയ്തിട്ടില്ല. എന്ന് വെച്ചാൽ അത്രയും കൂടെ അതിനെ കുറിച്ചിട്ട് ഇത് ചെയ്തിട്ടില്ല. ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനീഷ്യൽ സ്റ്റേജ് എന്നുള്ള നിലയിൽ ചട്ടികളുടെ സൈസിനനുസരിച്ചിട്ടാണ് പ്ലാന്റിന് വില എടുക്കുന്നത് അല്ലേ? ഓക്കെ. നമുക്ക് അപ്പോൾ വെറൈറ്റീസ് ഒക്കെ ഒന്ന് കണ്ടാലോ നമുക്കൊന്ന്? ഇത് ചില്ലി റെഡ് എന്ന് പറഞ്ഞ വെറൈറ്റിയുടെ മദർ പ്ലാന്റ്സ് ആണ്. ചില്ലി റെഡ് അല്ലേ? ചില്ലി റെഡ്. ഇതിപ്പോൾ ഏറ്റവും പുതിയ വെറൈറ്റി ആണോ ചോദിച്ചാൽ? ഇപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ടായിരുന്നല്ലേ ഇത്? കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു, എന്നാലും കുറച്ച് ട്രെൻഡി ആയിട്ടുള്ളത് തന്നെയാണ്. ഓക്കെ. ഇതൊക്കെ മദർ പ്ലാന്റ്, ഒത്തിരി വലിയ പ്ലാന്റുകളാണ്. യെസ്. ഈ കാണുന്നതെല്ലാം അതിന്റെ മദർ പ്ലാന്റ്സ് ആണ്. ഈ ഇരിക്കുന്ന ലെയർ ഫുള്ള് തന്നെ? അതെ, ഈ ഒരു വരി ഫുള്ള് ഇതിന്റെ മദർ പ്ലാന്റ്സ് ആണ്. ഓക്കെ. ഇത് ബ്ലൂബെറി ഐസ് എന്ന് പറയുന്ന ബ്ലൂബെറി ഐസ് അല്ലേ? ഓക്കെ. ഇത് ഇതാണല്ലേ നമ്മുടെ വെരിഗേറ്റഡ് ആണല്ലേ? അതെ, ലീഫ് വെരിഗേഷൻ ആണ്. ഇത് പൂനെ വൈറ്റ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ്. പൂനെ വൈറ്റ് എന്തിന്റെ പ്രത്യേകത? സാധാരണ വൈറ്റിനെ അപേക്ഷിച്ച് ഫ്ലവർ വലുതാണല്ലേ? ഫ്ലവർ വലുതാണ്. മോസ്റ്റ്ലി എല്ലായ്പ്പോഴും ബ്ലൂം ചെയ്യുന്നതാണ്. എപ്പോഴും പൂ ഉണ്ടാവും അല്ലേ? ഇതിന്റെ മുള്ളുകൾക്ക് കനം കുറവാണ്. ഇല്ല എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഭയങ്കര ഹേർട്ടിങ് ആയിട്ടുള്ള മുള്ളുകളല്ല അതിൻ്റെ. കുറച്ച് സൈസും ചെറുതാ, പിന്നെ അത്ര ഹേർട്ട് ചെയ്യില്ല. ഇത് ഫ്ലെയിം റെഡ്. ഫ്ലെയിം റെഡ് അല്ലേ? ഇതൊരു ടൈപ്പ് ഉള്ളോ? അല്ല, റെഡിൽ 2-3 വേരിയേഷൻ ഉണ്ട്. ഇത് ഫ്ലെയിം റെഡ്, ഇത് റൂബി റെഡ്. റൂബി റെഡ് ഇത് നമ്മൾ വ്യത്യാസം കളറിന്റെ മാത്രം വ്യത്യാസമുണ്ട്. ലീഫൊക്കെ സെയിം തന്നെ, സിമിലറാ. ഇത് ഫയറോപ്പാൽ എന്ന് പറയുന്നത്. ഫയറോപ്പാൽ ഇത് പഴയ വെറൈറ്റി അല്ലേ? ഇത് കുറച്ച് നാളായിട്ട് ട്രെൻഡിങ് ആണ്. ഇത് വേറൊരു വെറൈറ്റിയാണ്. പേരറിയില്ല അല്ലേ? പേര് കുത്തി അറിയില്ല. പിന്നെ ഓരോ ആളുകളും ഓരോ പേരും പറയുന്നുണ്ട്. അപ്പൊ ഞാൻ അതിനെ ഒരു പ്ലാന്റിന് തന്നെ പല പേര് പറയുന്നുണ്ട്. അതെ, ഇതൊരു വേറെ വെറൈറ്റിയാണ്. പേരറിയില്ല. അപ്പോൾ നമ്മൾ ഈ സബ്സ്ക്രൈബേഴ്സ് കാണുന്നവരും അറിയുന്നവരൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇത് ഈ പുതിയത് വന്നിരിക്കുന്നല്ലേ? എന്റെ പേരറിയില്ല അല്ലേ? പേര് കേൾക്കുന്നത് ഈ ചൈനീസ് ലാൻഡ്രോൺ എന്ന് പറയുന്നതിന്റെ വെരിഗേറ്റഡ് ആണ്. വെരിഗേറ്റഡ് ആണെന്നാണ് ഇതുവരെ എനിക്ക് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ. ഞാനത് ആധികാരികമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് ചില്ലി ഐസ്ക്രീം. ചില്ലി ഐസ്ക്രീം ഒരു ടൈപ്പ് ഉള്ളോ? ശരിക്കും അതെ, ചില്ലി ഐസ്ക്രീം ഒരെണ്ണുള്ളൂ. ഫ്ലവർ ഭയങ്കര ചെറുതായിട്ട് തോന്നുന്നു. അതെ, ചെറുതാണ്, പക്ഷെ നല്ലപോലെ ബ്ലൂം ചെയ്യണ്ട. ഇതൊരു വെറൈറ്റിയാണ്. ഇതിന്റെ പേര് കൃത്യം എനിക്കറിയില്ല. പേരറിയില്ല. ഇത് ചോക്ലേറ്റ് ബ്രൗൺ എന്ന് പറയുന്ന. ഏതാ? ചോക്ലേറ്റ് ബ്രൗൺ. ചോക്ലേറ്റ്. ഈ ഇരിക്കുന്നതെല്ലാം നമ്മൾ ഹൈബ്രിഡും നോർമൽ വെറൈറ്റീസും മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണോ? അല്ല, ഇത് ഇമ്പോർട്ടഡ് വെറൈറ്റീസിന്റെ ഗ്രാഫ്റ്റുകൾ. ഇത് ക്രിസ്റ്റീന അല്ലേ? റെഡില് അത്യാവശ്യം സ്പോട്ട് വരുന്നത് അല്ലേ? അതെ. ഇത് തായ് ഡിലൈറ്റ് എന്നാണ് എനിക്ക് അറിഞ്ഞത്. പിന്നെ വേറെയും പേര് പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. ഇതിന്റെ ഒരു മെയിൻ പ്രത്യേകത ലീഫാണല്ലേ? ലീഫ് ഒരു ആഷ് കളറാണ്, ഫ്ലവറിന് ഒരു ലേശം പീച്ച് കളർ. ഇതെല്ലാം അതും സെയിം തന്നെ അല്ലേ? ഇത് തിമ്മയുടെ ഒരു വെറൈറ്റിയാണ്. ഇത് വേറെ എല്ലാം കൂടുതൽ എനിക്ക് തോന്നുന്നു വെരിഗേറ്റഡ് ലീഫാണല്ലേ? വെരിഗേഷൻ ലീഫിന് വരുന്നുണ്ട് ഇതില്. ഇത് വരുന്നത് പേരറിയില്ല അല്ലേ? അയ്യോ, പേര് ഞാൻ മറന്നു. വൈറ്റ് നമ്മൾ പറഞ്ഞില്ലേ? അല്ലെങ്കിൽ ഈ 200 വെറൈറ്റി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ബുദ്ധിമുട്ടാണ് അല്ലേ? അല്ല, ആ ബ്ലൂബെറി ഐസ് പറഞ്ഞില്ലേ? അല്ല,
പേര് ഞാൻ പറഞ്ഞു. കീഴടങ്ങി. ഇത് ചൈനീസ് ലാൻറ്റേൺ എന്ന് പറയുന്നുണ്ട്, റെഡ് ട്വിസ്റ്റർ എന്ന് പറയുന്നുണ്ട്, പിന്നെ താങ്ലോങ് എന്നും പറയുന്നുണ്ട്. പക്ഷേ ഏതാണ് അതിന്റെ കറക്റ്റ് ഐഡിയ എന്ന് വെച്ചാൽ എനിക്ക് കൃത്യം പറയാൻ അറിയില്ല. ഇതൊരു സ്പൈഡർ എന്ന് പറഞ്ഞ സ്പൈഡറിനും ബട്ടർഫ്ലൈ എന്നും പറയുന്ന ഐഡിയ. ഇതും അതുപോലെ തന്നെ വൈറ്റ് വിടാധാരി ലിപ്സ്റ്റിക് എന്നാണ് അതിനെ ഞാൻ അറിഞ്ഞിടത്തോളം പേര്. ഇത് വേറൊരു വൈറ്റിന്റെ വെറൈറ്റി ആണ്. വൈറ്റ് ആണ് മറ്റൊരു വെറൈറ്റി അല്ലേ? ഇനി ഇത് ട്രൈ കളർ എന്ന് പറഞ്ഞ വെറൈറ്റി. ട്രൈ കളർ ഇത് പഴയ വെറൈറ്റി അല്ലേ? ആ, കുറച്ചായിട്ടുള്ള ജപ്പാൻ സിൽക്ക് എന്നാണ് ഞാൻ ഐഡി സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി. ജപ്പാൻ സിൽക്ക് അല്ലേ? എങ്ങനെ ഈ പ്ലാന്റ് ഒരുപാട് വലുതാവോ? ഇല്ല, ഈ ചെടികൾ ഒത്തിരി വലുതായി പോകുന്നതല്ല, അതേസമയം ഒരുപാട് ചെറുതല്ല. നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് അതിന്റെ കൂമ്പുകൾ നുള്ളുക, അതുപോലെ വരുന്ന പ്രൂൺ ചെയ്ത് കൊടുക്കുക അല്ലേ? അല്ല, കുഞ്ഞു കൂമ്പുകൾ നുള്ളുമ്പോഴേ കൂടുതൽ ബ്രാഞ്ച് വരും, ബ്രാഞ്ചും ഫ്ലവറും വരും. അതെ അതെ, അതാണ് നമ്മൾ ചെയ്യുന്ന ഇവിടുത്തെ ടെക്നിക്ക്. ഇതാ ടാങ്ലോങ് റെഡ് ട്വിസ്റ്റർ എന്നൊക്കെ പറഞ്ഞില്ലേ? അല്ല, കുറച്ചായിട്ടുണ്ടാവണം അത്. ഇതിന്റെ വേറെ കളറാണ് ഇപ്പോഴത്തെ പുതിയതെന്ന് പറയുന്നത്. അതിന്റെ തന്നെ പീച്ച് ഉണ്ട്. ഇത് ടാങ്ലോങ്. പീച്ച് വെറൈറ്റി അല്ലേ? ഇതൊരു ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. ഇതിന്റെ ഫ്ലവേഴ്സ് ഒറ്റയ്ക്കല്ല, വളരെ ക്ലസ്റ്റർ ചെയ്തിട്ടാണ് അതിന്റെ പൂക്കൾ വരുന്നത്. ഇതൊരു നല്ല ഭംഗിയുള്ള, കോമൺ ആയിട്ട് എല്ലാവരും വന്ന് ചോദിക്കുന്ന ഒരു. അതെ അതെ, ഇതിന്റെ സ്റ്റോക്കും ഓൾമോസ്റ്റ് തീർന്നു. പേര് എനിക്കറിയില്ല. അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ഇത് പിങ്ക് പാച്ച് എന്ന് പറഞ്ഞൊരു പിങ്ക് പാച്ച് അല്ലേ? വെരിഗേറ്റർ ലീഫ്. അതെ. പക്ഷെ നമ്മളിപ്പോൾ കണ്ടേ എനിക്ക് ഏകദേശം വൈറ്റ് ആണ് വെറൈറ്റി കൂടുതലെന്ന് തോന്നുന്നു. വൈറ്റ് മാത്രമല്ല, എല്ലാ കളേഴ്സിലും വരുന്നുണ്ട്. അതിന്റെ വേരിയേഷൻ വളരെ ചെറുതാണ്. അതാണ് ഇവന്റെ. ചില്ലിയിൽ തന്നെ യെല്ലോ ഉണ്ട്, റെഡ് ഉണ്ട്, പിന്നെ ഫ്ലെയിം റെഡ് ഉണ്ട്, ഫൈറോപ്പാല് ഫ്ലെയിം റെഡ്, റൂബി റെഡ്. അത് മൂന്നും ഓൾമോസ്റ്റ് സിമിലർ ആയിട്ട് ലീഫിൻ്റെ പാറ്റേണും ഫ്ലവറിൻ്റെ പാറ്റേണും വരുന്നതാണ്. പിന്നെ ചില്ലിയിൽ യെല്ലോയും റെഡും ഒരുപോലെ തന്നെ ഫ്ലവറിൻ്റെയും ലീഫിൻ്റെയും പാറ്റേൺ വരുന്നതാണ്. അതുപോലെ ഈ ചൈനീസ് ലാൻഡ് എന്ന് പറയുന്നതിൽ ഇനി ഒരു മഞ്ഞുണ്ട്, അത് ഞാൻ മദർ പ്ലാന്റിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നതാണ്. അതിൽ തന്നെ 3 കളേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഒരു വെരിഗേറ്റഡും വരുന്നുണ്ട്. പിന്നെ അങ്ങനെ വേരിയേഷൻസ് എന്താ പറയുക, വളരെ മൈന്യൂട്ടാണ്. ചില ചെടികൾ എനിക്ക് നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ മാത്രമേ കാണുള്ളൂ. ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള വേരിയേഷൻസ് ആണ് ഓരോന്ന് വരുന്നത് അല്ലേ? ഈ പറയുന്ന ചെടിയും ചില്ലി ഐസ്ക്രീമും തമ്മിൽ ഒരു സാമ്യമുണ്ട്. ഇത് വലിയ പൂക്കളാണ്, വലിയ പൂക്കളും വലിയ ചെടിയാണ്. ചില്ലി ഐസ്ക്രീം എന്ന് പറയുന്നതിന്റെ പൂക്കൾ ചെറുതാണ്, ഇല ചെറുതാണ്, ചെടി ഒരുപാട് വലുതാവില്ല, ഒരു മീഡിയം ടൈപ്പ് ഒക്കെ ആവുള്ളൂ. ഇതിനെ വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഉയരത്തിൽ ആറ്റത്തൊക്കെ നിൽക്കുന്നുണ്ട് എൻ്റെ വലിയ ചെടികൾ നിൽക്കുന്നത്. ഇതെന്തോ ചെറി ബ്ലോസം എന്നോ മറ്റാണ് അതിനെ കണ്ടത്. സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ കണ്ടത് അതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പറഞ്ഞ യഥാർത്ഥം പറഞ്ഞ എല്ലാ പ്ലാന്റും നമുക്ക് വലുതാക്കി എടുക്കാൻ പറ്റില്ല. ഈ ഇമ്പോർട്ടഡ് വെറൈറ്റീസ് വലുതാവുന്നതിൽ ഒരു ലിമിറ്റ് ഉണ്ട്. ഒരു മീഡിയം ടൈപ്പ് ഒക്കെ വളരുള്ളൂ. ഒരു ആവറേജ് ഹൈറ്റൊക്കെ അതിന് വരുള്ളൂ. ബാക്കിയുള്ളത് ഹൈബ്രിഡ്സ് ആയാലും നാടൻ വെറൈറ്റി ആയാലും നമുക്ക് ഉയരത്തിലേക്ക് പോവോ, അതിനെ മെയിൻറ്റെയിൻ ചെയ്തനുസരിച്ചിട്ട് അതിൻ്റെ ഹൈറ്റും ഇതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ ചെയ്യാം. അത് ഗ്രാഫ്റ്റ് ചെയ്യാൻ എല്ലാത്തിനും നാടൻ ചെടികളാണ് കൂടുതലാണ്, കാരണം അവർ നമ്മുടെ ക്ലൈമറ്റുമായിട്ട് നല്ല അഡാപ്റ്റഡ് ആണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ഈ ചെടിക്ക് ഭയങ്കര സപ്പോർട്ടാണ്. ഈ ഫോറിൻ വെറൈറ്റീസിന് ഭയങ്കര സപ്പോർട്ടാണ്. അവർ കുറേയും കൂടി നന്നായിട്ട് ഗ്രോ ചെയ്യും. അതുകൊണ്ട് തന്നെ എനിക്ക് നാടനിലാണ് എല്ലാവരും ഗ്രാഫ്റ്റ് ചെയ്യാൻ ചൂസ് ചെയ്യുന്നത്. അതെ അതെ, ഹൈബ്രിഡൈസേഷന്റെ ഒരു എവിഡന്റ് ആയിട്ടുള്ള ഫോമാണ് ഈ കാണുന്നത്. ഈ ചെടിയിൽ തന്നെ 2 കളർ വന്നിട്ടുണ്ട്. ഇത് ഗ്രാഫ്റ്റ് അല്ല, ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്ന ഒരു സംഭവമാണിത്. ഹൈബ്രിഡൈസേഷൻ സംഭവിക്കുന്നതാണിത്. ഈ
ഈ വെറൈറ്റിയുടെ ഒരു ബ്രാഞ്ച് ഈ കളറായിട്ട് വരുന്നതാണ്. ഓക്കെ. അതിന്റെ ബേസിക് നേച്ചറിലേക്ക് പോയിട്ടുള്ളതാണ്. ഓക്കെ. അല്ലെങ്കിൽ നമ്മൾ സാധാരണ കാണുന്നൊക്കെ ഗ്രാഫ്റ്റ് ചെയ്താണ് 2 കളറൊക്കെ വരുന്നത്. അതെ, അത് ഒറിജിനലി ആ ചെടികൾ തന്നെയാണ്. അവർ ഇമ്പോർട്ടഡ് ആയിട്ട് നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ടാണ് നമ്മളുടെ ചെടികളുടെ ഗ്രാഫ്റ്റ് ചെയ്ത് വെക്കണത്. ആ ചെടികളുടെ കളർ ഇതുപോലെ മാറുന്നില്ല. പക്ഷെ നമ്മുടെ അവിടെ ഹൈബ്രിഡ്സിൽ വരുന്നതിന്റെ കളറിലോ ഇലയുടെ കളറിലൊക്കെ വേരിയേഷൻസ് വരുന്നുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു എക്സാമ്പിളാണിത്. ഞാൻ പലപ്പോഴും കഴിഞ്ഞ ദിവസം ഞാൻ വേറൊരു പ്ലാന്റിൽ കണ്ടിരുന്നു, സ്പൈഡറിൻ്റെ ഒരു പ്ലാന്റിൽ. അത് ഇവിടെ ഉണ്ട്, അവിടെ ഞാൻ കാണിക്കാം. ആ ചെടിയിലും ഇതുപോലെ ആ മദർ അതിൻ്റെ ബേസിക് നേച്ചറിലേക്കുള്ള ഒരു ബ്രാഞ്ച് കണ്ടിട്ടുണ്ടായിരുന്നു. ഇതാ ഈ ചെടി. ഈ ചെടി ഫ്ലെയിം റെഡ് അല്ലേ? അല്ല, ഇത് സ്പൈഡർ ബട്ടർഫ്ലൈ എന്നൊക്കെ പറയുന്നു. അതിന്റെ ഒരു ബ്രാഞ്ച് ഇതുപോലെ വേറൊരു കളറിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഹൈബ്രിഡൈസേഷന്റെ എക്സാമ്പിൾസ് എന്ന് പറയാം നമുക്ക്. അങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്. ഇതിനൊക്കെ നമ്മളെ മെയിനായിട്ട് കൊടുക്കുന്നത്, അതായത് ഒരു കോമൺ ആയിട്ട് കൊടുക്കുന്ന ഫെർട്ടിലൈസർ നമ്മൾ എന്താ ചെയ്യേണ്ടതിന്? ഈ ബോഗൺവില്ലകൾക്ക് ചൂടാണ് കൂടുതൽ ഇഷ്ടം, സൺലൈറ്റും അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന വളങ്ങളും ചൂടുള്ളതായിരിക്കണം. അതിന് മെയിൻലി നമ്മൾ ഉപയോഗിക്കുന്നതും റെക്കമെൻഡ് ചെയ്യുന്നതും കോഴിക്കാഷ്ടം, ആട്ടിൻ കാഷ്ടം, മുയൽ കാഷ്ടം, പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് എല്ലുപൊടിയും കുറച്ച് വേപ്പ് ഉണ്ടാക്കും. അതാണ് എല്ലുപൊടിയുടെ ഒക്കെ അളവ് വളരെ കുറവാണ് കേട്ടോ. അത് ചേർത്തിട്ടുള്ള മിക്സ് ആണ് നമ്മൾ ഇതിന്റെ പോട്ടി മിക്സിൽ ചേർത്തിരിക്കുന്നത്. ഇത് നമ്മൾ നോർമൽ വെറൈറ്റിക്കും ഹൈബ്രിഡ്സിനും സെയിം തന്നെയാണോ കൊടുക്കുന്നത്? അതെ, നമ്മളിവിടെ കൊടുക്കുന്നത് സെയിമാണ്. പിന്നീട് ഒരു 3 വീക്സ് 4 വീക്സിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ ഇത് റിപ്പീറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 2 മാസം അല്ലെങ്കിൽ 3 മാസം ആ ഒരു ഗ്യാപ്പിൽ നമ്മൾ ഒരു പിഞ്ച് ഫാക്ടംബോസ് 2020 കൊടുക്കും. ഫാക്ടംബോസ് അല്ലേ? ഓക്കെ. നമ്മൾ വേപ്പിമിണ്ണാക്ക് ഉപയോഗിക്കുന്ന മെയിനായിട്ട് കീടനാശിനികൾ. അതെ അതെ അതെ, അതാണ് അതിന്റെ അതെ മെയിൻ യൂസേജ്. അതാണ് എല്ലുപൊടി ഇതും ഫെർട്ടിലൈസ് ചെയ്യാനാണ്, അതായത് മണ്ണിനെ എൻറിച്ച് ചെയ്യാനുള്ളതാണ്. ഫാക്ടംബോസ് ആക്ച്വലി കളർ എൻഹാൻസ്മെന്റ് ആണ് അതിന്റെ മെയിനായിട്ടുള്ള പോയിന്റ് ഓഫ് വ്യൂ. പിന്നെ അതിന് ഗ്രോത്തിനെയും ഇമ്പാക്ട് ചെയ്യുന്നുണ്ടായിരിക്കണം, അതുകൊണ്ടാണല്ലോ അത് ഇത്രയും നന്നായിട്ട് വരുന്നത്. തീർച്ചയായിട്ടും. അല്ലാണ്ട് നമ്മൾ NPK അങ്ങനത്തെ രാസവളങ്ങൾ വേറെ എന്തെങ്കിലും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല അല്ലേ? പലരും അത് പറയുന്നുണ്ട്, പക്ഷെ എനിക്ക് പേടിയായിട്ടാണ്. അതെന്ന് വെച്ചാൽ ഒരിക്കൽ ഞാൻ വീട്ടിൽ ചെയ്തപ്പോൾ എൻ്റെ ഒരു ചെടി നാശമായി. അതുകൊണ്ട് എനിക്ക് പേടിയായി NPK യൂസ് ചെയ്യാനായിട്ട്. പിന്നെ ഞാൻ ഉപയോഗിച്ചിട്ടില്ല വീട്ടിൽ, ഇപ്പോഴല്ല, ഇതിനകത്തല്ല, വീട്ടിൽ ചെയ്ത ചെടികളിൽ. പിന്നെ എനിക്കതൊരു ഇതായി. ചിലപ്പോൾ ഞാൻ ഉപയോഗിച്ചതിട്ട് തെറ്റാവാം, അല്ലെങ്കിൽ ഞാനത് ഉപയോഗിച്ച രീതിയിലുള്ള എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിരിക്കാം. പലരും അത് എന്നെ അഡ്വൈസ് ചെയ്യുന്നുണ്ട്. അതായത് വരുന്ന കസ്റ്റമേഴ്സ് തന്നെ പറയുന്നുണ്ട് NPK ആണ് കുറേ കൂടെ ബെറ്റർ എന്ന്. അത് ഓരോരുത്തരുടെയും സ്കില്ലാണ്, ഗാർഡനിങ് സ്കിൽ എന്ന് പറയില്ലേ. ഓരോ ആളുകളും ഓരോന്നിൽ നല്ല പ്രാവീണ്യമുള്ള ആളുകളാവും. എന്നേക്കാൾ കൂടുതൽ ഗാർഡനിങ് ചെയ്ത ആളുകളായിരിക്കും. കാരണം ഞാൻ നാട്ടിൽ വന്നിട്ട് 5 വർഷമായുള്ളൂ. അപ്പം എൻ്റെ എക്സ്പീരിയൻസ് നാട്ടിൽ ചെടികളെ നോക്കിയിട്ട് 5 വർഷമേ ഉള്ളൂ. മറ്റുള്ള ആളുകൾ വർഷങ്ങളായി നാട്ടിൽ നിന്ന് അവരുടെ ചെടികളിനെയും തോട്ടത്തിനെയും ഒക്കെ അത്രമാത്രം പരിപാലിക്കുന്ന ആളുകൾക്ക് അവരുടെ സ്കില്ലുണ്ട്. ആ ഒരു സ്കില്ലിൽ അവർക്ക് ഉപയോഗിക്കുന്നില്ല. ഞാൻ ഉപയോഗിക്കുന്നില്ല, അതെനിക്ക് പേടിയായിട്ടാണ് സത്യത്തിൽ. കാരണം നമ്മളിപ്പോൾ ഈ ഗാർഡനിൽ വാങ്ങിച്ചിട്ട് പോയി കഴിഞ്ഞാലും ഫ്ലവർ ചെയ്യണില്ല എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് എല്ലാവരും പറയുന്ന ഒരു കേസാണ്. അതിന് 2 റീസണാണ് ഞാൻ മെയിനായിട്ട് അവരോട് ചോദിക്കുമ്പോൾ മനസ്സിലായത്. പലരും എന്നോട് ഇതേ സംഭവം തന്നെ പറയണേ. അവർ തണലുള്ള ഭാഗങ്ങളിലാണ് ചെടി നടുന്നത് അല്ലെങ്കിൽ വെക്കുന്നത്. പോട്ടിലാണെങ്കിൽ വെക്കുന്നത് അല്ലെങ്കിൽ നട്ടു വെക്കുന്നത് തണലുള്ള ഭാഗത്താണ്. രണ്ടാമത് അവർ ധാരാളം വെള്ളം, 2 നേരം വെള്ളം ഒഴിക്കുക, അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കൂടുതലാണ് കൊടുക്കുന്നത്. ഈ 2 റീസണും ഈ കടലാസ് പൂവിനെ സംബന്ധിച്ച് നല്ലതല്ല. അതിന് വെള്ളം കുറവും വെയിൽ ധാരാളമാണ് വേണ്ടത്. നമുക്കിവിടെ ഒരു ഷെയ്ഡും ഇല്ലാത്ത വെയിലാണ് ഇവിടെ കിട്ടുന്നത്. അതാണ് ഇതിൻ്റെ ബ്ലൂമിങ്ങിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഈ 2 കാര്യങ്ങളും ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ ഇത് ഓവർകം ചെയ്യാമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം നമ്മളിതൊക്കെ വെക്കുമ്പോൾ വെറും കമ്പുകളായിരുന്നു. ഒക്ടോബറിൽ നമ്മൾ പ്ലാന്റ് ചെയ്യുമ്പോൾ വെറും കമ്പുകൾ മാത്രമാണ് വെച്ചിരുന്നത്. ആ കമ്പുകളിൽ നിന്ന് ഇത്രയും ഗ്രോത്ത് കിട്ടിയത് വെയിലും നമ്മളുടെ ആ പരിചരണ രീതി തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് ഒരിക്കലല്ല, ആക്ച്വലി ഇതിൻ്റെ വെള്ളം നനയ്ക്കുമ്പോൾ ആ മണ്ണ് നനയാനുള്ള വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. പലരും അത് ആ ചട്ടി നിറയുന്ന അത്രയും വെള്ളം ഒഴിച്ചു വെക്കും. അപ്പോൾ സത്യത്തിൽ സംഭവിക്കേണ്ടത് എന്താ വെച്ചാൽ അതിനകത്തുള്ള മാന്യൂറ് മുഴുവൻ ഈ വെള്ളത്തിൽ കൂടെ ഒലിച്ച് താഴേക്ക് പോവാണ്. അതെ,
അത് പലരും അത് നോട്ടീസ് ചെയ്യണില്ല എന്നാണ് എനിക്ക് നമ്മൾ കസ്റ്റമേഴ്സായിട്ട് സംസാരിക്കുമ്പോൾ മനസ്സിലാവണേ. ധാരാളം വെള്ളം ഒഴിക്കുന്നതാണ് എല്ലാവരും പറയണേ. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറയുന്നത് ചട്ടിയിലെ മണ്ണ് നനയണം, താഴേക്ക് വെള്ളം ഒഴുകി പോവാൻ അനുവദിക്കാതിരിക്കുക. അതെ, അപ്പോൾ ആ മാന്യൂർ മുഴുവൻ ചെടിക്ക് കിട്ടുകയും ചെയ്യും. അത് ചെടിയിൽ അതിൻ്റെ ഗ്രോത്ത് നമുക്ക് കാണാനും പറ്റും. പിന്നെ സൂര്യപ്രകാശം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിനകത്ത്. എത്രയും സൂര്യപ്രകാശം കിട്ടണോ അത്രയും ബ്ലൂമിങ് കൂടി നിൽക്കും. പിന്നെ നനയ്ക്കുമ്പോൾ നമ്മൾ മുകളിലൂടെ സ്പ്രേ ചെയ്ത് നനയ്ക്കാതിരിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഡ്യൂറബിലിറ്റി കൂടും, പൂവും ഇലയും കൊഴിയാതിരിക്കും. അതെ അതെ. അപ്പോൾ നമ്മൾ ഈ വളം ചെടിക്ക് അപ്ലൈ ചെയ്യുന്ന രീതി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? വളം ഇടുന്നതിന് മുൻപാണ് ചെടി നനയ്ക്കേണ്ടത്. സാമാന്യം നല്ലപോലെ നനച്ച് അതിൻ്റെ ചട്ടിയുടെ സൈഡിലായിട്ട് അല്ലെങ്കിൽ വേരിൽ നിന്ന് ചെടിയുടെ കടഭാഗത്തു നിന്ന് കുറച്ച് നീങ്ങിയിട്ടാണ് വളം വെക്കേണ്ടത്. അതിങ്ങനെ വെറുതെ വെച്ചാലും മതി, വെറുതെ ഒരു പോയിന്റിൽ വെച്ചാലും മതി. എന്നിട്ട് അടുത്ത ദിവസം നനയ്ക്കുമ്പോഴേക്കും ഈ വെള്ളത്തിൻ്റെ നനവുകൊണ്ട് അത് കുതിർന്ന് ഒലിച്ചു പോവാത്ത പോലെ ആയിട്ടുണ്ടാവും. എന്നിട്ട് അത് സ്ലോലി അത് മണ്ണിലേക്കാണത് ഇറങ്ങിച്ചില്ല. അതേസമയം നമ്മൾ വളം വെച്ചിട്ട് നനയ്ക്കുകയാണെങ്കിൽ അത് മുഴുവൻ കടക്കിലേക്കാണ് അത് അടിഞ്ഞു കൂടുക. അപ്പോൾ അത് ചിലപ്പോൾ കടഭാഗത്തിനെ എഫക്റ്റ് ചെയ്തേക്കാം. എല്ലാം നാശമാവണമെന്നല്ല, ചിലപ്പോൾ അതിനൊരു പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് നനച്ചതിന് ശേഷം ഈ വളം കടക്കിൽ നിന്ന് കുറച്ച് നീക്കി വെക്കുക. അപ്പം അത് താഴേക്കായിരിക്കും പിന്നെ നനയ്ക്കുമ്പോൾ. അതും ഓവറായിട്ട് നനയ്ക്കാതെ ചട്ടി ആ മണ്ണ് ഫുള്ള് നനയുന്ന ഒരു അത്രയും വെള്ളം കൊടുക്കും. വെള്ളം താഴേക്ക് ഒഴുകി അധികം പോവാതിരിക്കാൻ ശ്രമിക്കും. നമ്മൾ ഈ ചട്ടിയിൽ നടുന്നതും അതേപോലെ പുറത്തിടുന്ന നമ്മൾ ഡിഫറൻസ് എന്താ പറയുന്നത്? പുറത്തിടുമ്പോൾ എനിക്ക് ചെടി ഓവറായിട്ട് വളരുന്നു അല്ലേ? പുറത്ത് നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വെയിൽ, അതുപോലെ മണ്ണ് കട്ട പിടിക്കുകയും വെള്ളം കെട്ടി നിൽക്കുകയും ചെയ്യാത്ത സ്ഥലം. അങ്ങനെ ഈ 2-3 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പുറത്ത് നടുമ്പോൾ. ഇത് രണ്ടും നമ്മൾ കെയർ ചെയ്തില്ലെങ്കിൽ ചെടിക്കല്ല കുഴപ്പം, ചെടി ഇങ്ങനെ വളർന്ന് ഉയരത്തിൽ അങ്ങ് ധാരാളം പോകും. അതായത് സൂര്യപ്രകാശം അന്വേഷിച്ചിട്ട് ചെടിയുടെ ഹൈറ്റ് ഒരുപാട് കയറിപ്പോവും. ഒപ്പം തന്നെ പിന്നെ മഴക്കാലത്തൊക്കെ വെള്ളം കെട്ടി നിന്നാൽ വേരിനെ ചിലപ്പോൾ അത് ബാധിച്ചൊന്നും വരാം. ഇത് രണ്ടുമാണ് നിലത്ത് നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. സൂര്യപ്രകാശം നല്ലുള്ള സ്ഥലത്താണെങ്കിൽ നമുക്കതിനെ മെയിൻറ്റെയിൻ ചെയ്ത് പോവാം. ചെടി വളരും, ചെടിയുടെ വളർച്ചേൻ്റെ നമുക്ക് ഇത്രയിൽ തന്നെ നിൽക്കണം എന്ന് വാശി പിടിക്കാൻ പറ്റില്ല. ചെടി വളരുമ്പോൾ നമുക്ക് പ്രൂൺ ചെയ്ത് അതിനെ നമ്മളുടെ കൺട്രോളിൽ ചെയ്യാം. അതിൻ്റെ ആവശ്യമുള്ള ഹൈറ്റിൽ നിർത്തുമോ അല്ലെങ്കിൽ അതിൻ്റെ ബ്രാഞ്ചസ് ഒക്കെ എത്ര വേണം എന്നുള്ളത് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ ഇഷ്ടത്തിന് ഇങ്ങനെ വളർന്നു പോയി അത് നല്ല ഹൈറ്റിലൊക്കെ പോകുന്ന. അപ്പോൾ നമ്മൾ ഈ വളം ചെടിക്ക് അപ്ലൈ ചെയ്യുന്ന രീതി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? വളം ഇടുന്നതിന് മുൻപാണ് ചെടി നനയ്ക്കേണ്ടത്. സാമാന്യം നല്ലപോലെ നനച്ച് അതിൻ്റെ ചട്ടിയുടെ സൈഡിലായിട്ട് അല്ലെങ്കിൽ വേരിൽ നിന്ന് ചെടിയുടെ കടഭാഗത്തു നിന്ന് കുറച്ച് നീങ്ങിയിട്ടാണ് വളം വെക്കേണ്ടത്. അതിങ്ങനെ വെറുതെ വെച്ചാലും മതി, വെറുതെ ഒരു പോയിന്റിൽ വെച്ചാലും മതി. എന്നിട്ട് അടുത്ത ദിവസം നനയ്ക്കുമ്പോഴേക്കും ഈ വെള്ളത്തിൻ്റെ നനവുകൊണ്ട് അത് കുതിർന്ന് ഒലിച്ചു പോവാത്ത പോലെ ആയിട്ടുണ്ടാവും. എന്നിട്ട് അത് സ്ലോലി അത് മണ്ണിലേക്കാണത് ഇറങ്ങിച്ചില്ല. അതേസമയം നമ്മൾ വളം വെച്ചിട്ട് നനയ്ക്കുകയാണെങ്കിൽ അത് മുഴുവൻ കടക്കിലേക്കാണ് അത് അടിഞ്ഞു കൂടുക. അപ്പോൾ അത് ചിലപ്പോൾ കടഭാഗത്തിനെ എഫക്റ്റ് ചെയ്തേക്കാം. എല്ലാം നാശമാവണമെന്നല്ല, ചിലപ്പോൾ അതിനൊരു പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് നനച്ചതിന് ശേഷം ഈ വളം കടക്കിൽ നിന്ന് കുറച്ച് നീക്കി വെക്കുക. അപ്പം അത് താഴേക്കായിരിക്കും പിന്നെ നനയ്ക്കുമ്പോൾ. അതും ഓവറായിട്ട് നനയ്ക്കാതെ ചട്ടി ആ മണ്ണ് ഫുള്ള് നനയുന്ന ഒരു അത്രയും വെള്ളം കൊടുക്കും. വെള്ളം താഴേക്ക് ഒഴുകി അധികം പോവാതിരിക്കാൻ ശ്രമിക്കും. നമ്മൾ ഈ ചട്ടിയിൽ നടുന്നതും അതേപോലെ പുറത്തിടുന്ന നമ്മൾ ഡിഫറൻസ് എന്താ പറയുന്നത്? പുറത്തിടുമ്പോൾ എനിക്ക് ചെടി ഓവറായിട്ട് വളരുന്നു അല്ലേ? പുറത്ത് നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വെയിൽ, അതുപോലെ മണ്ണ് കട്ട പിടിക്കുകയും വെള്ളം കെട്ടി നിൽക്കുകയും ചെയ്യാത്ത സ്ഥലം. അങ്ങനെ ഈ 2-3 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പുറത്ത് നടുമ്പോൾ. ഇത് രണ്ടും നമ്മൾ കെയർ ചെയ്തില്ലെങ്കിൽ ചെടിക്കല്ല കുഴപ്പം, ചെടി ഇങ്ങനെ വളർന്ന് ഉയരത്തിൽ അങ്ങ് ധാരാളം പോകും. അതായത് സൂര്യപ്രകാശം അന്വേഷിച്ചിട്ട് ചെടിയുടെ ഹൈറ്റ് ഒരുപാട് കയറിപ്പോവും. ഒപ്പം തന്നെ പിന്നെ മഴക്കാലത്തൊക്കെ വെള്ളം കെട്ടി നിന്നാൽ വേരിനെ ചിലപ്പോൾ അത് ബാധിച്ചൊന്നും വരാം. ഇത് രണ്ടുമാണ് നിലത്ത് നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. സൂര്യപ്രകാശം നല്ലുള്ള സ്ഥലത്താണെങ്കിൽ നമുക്കതിനെ മെയിൻറ്റെയിൻ ചെയ്ത് പോവാം. ചെടി വളരും, ചെടിയുടെ വളർച്ചേൻ്റെ നമുക്ക് ഇത്രയിൽ തന്നെ നിൽക്കണം എന്ന് വാശി പിടിക്കാൻ പറ്റില്ല. ചെടി വളരുമ്പോൾ നമുക്ക് പ്രൂൺ ചെയ്ത് അതിനെ നമ്മളുടെ
കൺട്രോൾ അല്ലാന്നുണ്ടെങ്കിൽ അത് അതിന്റെ ഇഷ്ടത്തിന് ഇങ്ങനെ വളർന്നു പോയി. അത് നല്ല ഹൈറ്റിലൊക്കെ പോകുന്ന ചെടികളുണ്ട്. അൺകൺട്രോൾഡ് ആയിരിക്കും അതിന്റെ ഗ്രോത്ത്. ഫ്ലവറിംഗ് എല്ലാം സെയിം തന്നെ ആയിരിക്കും അല്ലേ? ഫ്ലവറിങ്ങും ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്, സൺലൈറ്റിനെയും വെള്ളത്തിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഫ്ലവറിങ്ങും വരുന്നത്. അപ്പോൾ വെള്ളം കൂടുമ്പോൾ അതിൽ ലീഫിനാണ് കൂടുതൽ സാധ്യത. പൂക്കളുടെ ഇത് കുറയാനാണ്. കുറച്ചൊരു ഡ്രൈ ഫീൽ വരുമ്പോഴാണ് പൂക്കൾ വരുന്നത്.